ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് കേട്ടോ ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. ഇത് ടോപ്പ്, ഇത് ഷോളാണ് കേട്ടോ, പാൻ്റ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇടാൻ പോകുന്ന ഡ്രസ്സ്. അതിന് മുമ്പ് ഞാനൊന്ന് ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വേറെ കൂടുതലായിട്ടൊന്നും മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഇത് പോൺസിൻ്റെ ഒരു വൈറ്റനിങ് ക്രീം ഉണ്ട്, അത് മാത്രമേ ഞാൻ തേക്കുന്നുള്ളൂ. അത് വെറുതെ മോയ്സ്ചറൈസിങ് ക്രീമാണ്, അത് മാത്രമേ തേക്കുന്നുള്ളൂ കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ തേച്ചിട്ട് കണ്ണെഴുതും, വേറെ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടും. വേറെ അങ്ങനെ ഇതൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ചിട്ട് കഴിയുമ്പോഴത്തേന് തൂത്തളയുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മേക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു, റെഡി ആയിട്ടോ. എന്നിട്ട് ഞാൻ വെറുതെ അനിയനും കൊണ്ടൊരു വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ, ഫുൾ ലുക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ചുമ്മാ ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പം അപ്പുറത്തെ വീട്ടിലൊരു ഇത്ത നോക്കിയിട്ട് വീഡിയോ എടുക്കുവാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അപ്പോഴാണ് കേട്ടോ കാണുന്നത്, നാണിച്ചു പോയി. അതാണ് ഞാനിങ്ങനെ ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ കുഞ്ഞിന് ഒരിക്കലാണ് അടുത്ത ഡ്യൂട്ടി എന്ന് പറയുന്നത്. കുഞ്ഞിന് എല്ലാം എടുത്തു വയ്ക്കുകയാണ് കേട്ടോ. വെറുതെ ഞാനിതൊരു രസത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അവളുടെ ഷൂവും ഹെയർ ബാൻഡും ഉടുപ്പൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ഉടുപ്പ് കാണാൻ. അപ്പോൾ ഞാൻ ഈ ഹെയർ ബാൻഡ് കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ഹെയർ ബാൻഡായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ കുഞ്ഞും ഒരുങ്ങിയിട്ടുണ്ട്. അവൾക്ക് എവിടെയെങ്കിലും ഒരുങ്ങി പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലിരിക്കുന്നതിനേക്കാളും ഇഷ്ടം എവിടെയെങ്കിലുമൊക്കെ പോകാനാണ്. അതുകൊണ്ട് പിന്നെ അവളെ ഒരുക്കാനും അതുപോലെ കൊണ്ടു നടക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഞങ്ങളിതാ കല്യാണത്തിനെത്തി കേട്ടോ. ഓഡിറ്റോറിയത്തിലായിരുന്നു. ഈ പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്കങ്ങനെ വലുതായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഒന്നാമത് അവിടെ ഭയങ്കര വോയിസ് ആയിരുന്നു, അതാണ് ഞാൻ വോയിസ് കട്ട് ചെയ്യുന്നത്. പിന്നെ ഫുഡൊന്നും കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിനെയും കൊണ്ട് ഫുഡ് കഴിക്കാനിരിക്കുന്നതുകൊണ്ട് ഒരു കയ്യിൽ ക്യാമറയും കൂടി പിടിക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അപ്പോൾ ദാ ഇതെല്ലാവരും പോയി കഴിഞ്ഞിട്ടുള്ള വിഷ്വലാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം കൂടെ പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സ്വന്തക്കാരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനിയനാണെന്ന് പറഞ്ഞിട്ട് വേറൊരു കറുത്ത ഷർട്ടിട്ട് അതേപോലെ ഒരു ചെറുക്കൻ കൊച്ചിൻ്റെ വീഡിയോ എടുത്തു. അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് ഇത് അതിൻ്റെ അനിയനാണെന്ന് എടുത്തിട്ടാണെന്ന് പറയാം, അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പിന്നെ ഞങ്ങൾ കല്യാണത്തിന് പോവാണ്. അനിയനും മാമച്ചിയുടെ മോളും ഞാനും മോളും കൂടി ആയിരുന്നു കേട്ടോ പോയത്. ഇത് ആ ചെറുക്കൻ്റെ വീട്ടിലുള്ള സംഭവങ്ങളാണ്, കുറച്ച് പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയാണ്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നു. 5 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞങ്ങൾ തിരിച്ചു വന്നായിരുന്നു. ഇതാ പിള്ളേരെല്ലാം കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ്. അപ്പം ഞാനും കുറേ ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞാൽ കുറേ ഡാൻസ് കളിച്ചു. അതൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഡാൻസ് കളിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കില്ല. അവിടെ ഭയങ്കര പിള്ളേരായതുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പിന്നെ കുഞ്ഞിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പുറകിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല രസമുണ്ടായിരുന്നു.
നമ്മുടെ വീഡിയോ ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും കമൻറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു